ഹലോ ഗസാൻഡ്രോസിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മളെ ട്രിവാൻഡ്രം ചെങ്കലിലുള്ള മഹേശ്വരം ശ്രീ ശിവപാർവതി ടെമ്പിളിൻ്റെ അവിടുത്തെ കാഴ്ചകളാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ചെങ്കൽ ശിവക്ഷേത്രം. ഇവിടെ നമുക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടംപോലെ കാറും ബൈക്കൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള നല്ലൊരു ഗ്രൗണ്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിന് നേരെ ഫ്രണ്ടിൽ ഒരു പോലീസ് പോസ്റ്റ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്കിവിടെ വരുമ്പോഴത്തേക്കും ഓരോ ചെറിയ ചെറിയ സൊവനീഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഷോപ്സ് നമുക്കിവിടെ വരുമ്പോൾ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്കിവിടെ ആദ്യം കാണാവുന്നതാണ്. അതിൻ്റെ നേരെ ഫ്രണ്ടിലാണ് നമ്മുടെ ഈ ശിവക്ഷേത്രം ഉള്ളത്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഈ ചെങ്കൽ ശിവക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 111 അടി ഉയരമുള്ള ഒരു ശിവലിംഗത്തിൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. അതിൻ്റെ സൈഡിൽ നമുക്ക് ഒരു ഹനുമാൻ സ്വാമിയെ കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ ഈ ചെങ്കൽ ശിവക്ഷേത്രം വന്നിട്ട് രാവിലെ 4:30 മുതൽ ഇവിടെ ഓപ്പൺ ആണ്. 4:30 മുതൽ 1:30 വരെ ഓപ്പണും പിന്നെ അത് കഴിഞ്ഞ് 1 മണിക്കൂർ ബ്രേക്ക് കഴിഞ്ഞിട്ട് 2:30 തൊട്ട് രാത്രി 8 മണി വരെ ഇവിടെ ഓപ്പൺ ആണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഓഡിറ്റോറിയമാണ്. ഇവിടെ നമുക്ക് ടൂറിസ്റ്റുകൾക്കും വന്ന് നമുക്ക് ഇതിൻ്റെ വെളിയിലൊക്കെ നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. പക്ഷേ ഈ ലിംഗത്തിൻ്റെ അകത്തുള്ളതിലൊന്നും നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. നമുക്കപ്പോൾ കോവിലകത്തേക്ക് കയറാം. കോവിലകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ ആദ്യം കാണുന്നത് നന്ദിയുടെ ഒരു രൂപമാണ്. അതിന് നേരെ ഫ്രണ്ടിലായിട്ട് 2 ഗജവീരന്മാരെ നമുക്കിവിടെ നിന്ന് കാണാവുന്നതാണ്. നമുക്കപ്പോൾ കോവിലിൻ്റെ അകത്തേക്ക് കയറാം. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ വഴിപാടിൻ്റെ ഒരു ലിസ്റ്റാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പൗസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടുത്തെ ചെങ്കൽ ശിവക്ഷേത്രത്തിൻ്റെ അവിടുത്തെ ഈ ലിംഗത്തിൻ്റെ അകത്ത് കയറാനുള്ള എൻട്രി ടൈമിംഗ് വന്നിട്ട് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ്. അത് കഴിഞ്ഞ് 2:30 മുതൽ വൈകുന്നേരം വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാവുന്നതാണ്. ഇത് മൊത്തം 8 നിലയായിട്ടാണ് ഈ ചെങ്കൽ ശിവക്ഷേത്രത്തിൻ്റെ ഈ ലിംഗം ഉള്ളത്. മൊത്തം 111 അടി ഉയരമാണ് ഈ ചെങ്കൽ ശിവക്ഷേത്രത്തിൻ്റെ ഈ ലിംഗത്തിന് മാത്രമായിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് കയറാനുള്ള ടിക്കറ്റ് റേറ്റ് വന്നിട്ട് 150 രൂപയാണ്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോസ് വീഡിയോസ് ഒന്നും ഈ ലിംഗത്തിൻ്റെ അകത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ 150 രൂപ എടുത്ത് ഇതിൻ്റെ അകത്ത് കയറി കാണണം. അതിന് മാത്രമുള്ള കാഴ്ചകൾ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്കിവിടെ മനുഷ്യ ശരീരത്തിലുള്ള ഓരോ ചക്രാസും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കാണാവുന്നതാണ്. ഓരോ ഫ്ലോറിലും ഓരോ ചക്രനെ ബേസ് ചെയ്തിട്ടാണ് അവരെ വിവരിക്കുന്നത്. ലിംഗത്തിൻ്റെ അകത്ത് നമ്മൾ സിലിണ്ടറിക് ടൈപ്പിലാണ് നമുക്ക് ഓരോ ഫ്ലോറിലും നമുക്ക് പോകേണ്ട. അവിടെ സ്റ്റേഴ്സ് ഇല്ല. നമ്മളൊരു ഗുഹയ്ക്കകത്തൂടെ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഉള്ളത്. ഇവിടുത്തെ താഴത്തെ ഫ്ലോർ വന്നിട്ട് നമ്മുടെ ഈ ചക്രാസിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ ഫസ്റ്റ് ഫ്ലോർ വന്നിട്ട് നമ്മുടെ ആദ്യത്തെ ചക്രമായിട്ടുള്ള മൂലാധാര ചക്രവും അതിന് സെക്കൻഡ് ഫ്ലോറിൽ വരുമ്പോഴത്തേക്കും സ്വാധിസ്ഥാനം എന്നുള്ള ചക്രത്തിൻ്റെ ആ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവിടെ അവർ എക്സ്പ്ലെയിൻ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് പോകുമ്പോൾ മണിപ്പൂർ എന്നുള്ള ചക്രത്തിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അവർ പറഞ്ഞു തരും. അത് എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ ആയിരിക്കും അത് ആക്ടിവേറ്റ് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് അനാഹസ്ത എന്നുള്ള ചക്രത്തിൻ്റെ കാര്യം, അത് കഴിഞ്ഞിട്ട് വാസുദ എന്നുള്ള ചക്രം, ആ ചക്രത്തിൽ ഏതൊക്കെ ലിംഗംസ് ഒക്കെ ഇവിടെ ആക്ടിവേറ്റ് ചെയ്ത് നിൽക്കുന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുമ്പോൾ കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ആജ്ഞ എന്നുള്ള ഒരു ചക്രത്തിൻ്റെ അവിടെയാണ്. ഇത് വന്നിട്ട് നമ്മൾ തേർഡ് ഐ എന്ന് പറയും. ആ ചക്രയുടെ ദേവസങ്കല്പം എന്ന് പറയുമ്പോഴത്തേക്ക് ശിവശക്തിനാണ് അവർ പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ വിശുദ്ധ എന്നുള്ള ചക്രത്തിൽ അവർ ബ്രഹ്മാവ് സരസ്വതിയുടെ ഒരു ദേവസങ്കല്പമാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം കാഴ്ചകൾ കണ്ട് നമ്മൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ പോകുമ്പോഴത്തേക്ക് ഒരു കൈലാസം എന്നുള്ളൊരു സെക്ഷനാണ്. അവിടെയാണ് ശിവനെയും പാർവതിനെയും നമുക്ക് ഒന്നിച്ച് കാണാൻ പറ്റുന്നത്. അവിടെ നമുക്ക് ഒരു വലം വഴിച്ച് നമുക്ക് പോകുമ്പോൾ പിന്നെ അടുത്ത് കാണുന്നത് ഒരു നമുക്ക് ഹനുമാനെയാണ്. ഹനുമാൻ്റെ അവിടെ നമ്മൾ നേരെ ആ പാലം ക്രോസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഗണപതിയെ കാണാം. ഇതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാനുള്ള മെയിൻ എൻട്രൻസ്. ഇവിടെ കൂടെ തന്നെയാണ് നമുക്ക് എക്സിറ്റും വരേണ്ടത്. ഇതിൻ്റെ അകത്ത് പോകുമ്പോഴത്തേക്ക് നമുക്കിവിടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. ഈ ഓരോ ടൈമിംഗ് അനുസരിച്ചാണ് ഇതിൻ്റെ അകത്ത് കയറുന്നത്, ആൾക്കാർ ഒഴിയണനുസരിച്ച്. പിന്നെ നമുക്കിവിടെ ഫോൺ ഇവിടെ കൊടുത്തിട്ട് വേണം പോകാൻ. ഫോൺ ഇവിടെ സൂക്ഷിക്കാനായിട്ട് നമ്മൾ 5 രൂപ കൊടുക്കും. അവരപ്പോൾ ടോക്കൺ തരും. ആ ടോക്കൺ നമ്മൾ കളയാതെ വെച്ചേക്കണം. എന്നിട്ടാണ് നമുക്ക് ഫോൺ കൊടുത്തിട്ട് പോകാൻ. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഇഷ്ടംപോലെ സോവനീഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ നമുക്കിവിടെ നിന്ന് പ്രസാദം വാങ്ങിക്കാവുന്നതാണ്. ഉണ്ണിയപ്പത്തിന് 30 രൂപയും അരവണയ്ക്ക് 60 രൂപയാണ്. പിന്നെ നമുക്കിവിടെ വരുമ്പോഴത്തേക്കും ഈ ശിവലിംഗത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇതേപോലെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഈ ഫോട്ടോസിനൊക്കെ ഒരു ഫോട്ടോ ഫ്രെയിമിന് 100 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഇവിടെ തന്നെ അവർ DSLR ക്യാമറ ഒക്കെ വെച്ച് അവർ ഫോട്ടോ എടുത്ത് തരുന്നതായിരിക്കും. ഇത് നമ്മുടെ ചെങ്കൽ ശിവക്ഷേത്രത്തിന് കിട്ടിയ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ 111 അടി പൊക്കത്തിൻ്റെ ഒരു റെക്കോർഡും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ സൈഡിലൊക്കെ കഫറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് അതൊക്കെ കുടിക്കാവുന്നതാണ്.
ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പ്രധാന കാഴ്ചകൾ. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. എല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ നമ്മുടെ ട്രിവാൻഡ്രത്തുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യാൻ നോക്കും. നല്ല കിടിലൻ സ്പോട്ടാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ആരെങ്കിലും വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ശിവക്ഷേത്രം കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കും. നല്ല കിടിലൻ സ്പോട്ടാണ്. ഇവിടെയൊക്കെ നമുക്ക് നല്ല കിടിലൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.